നല്ല ദിവസമായിരിക്കട്ടെ അമ്മ. അമ്മക്ക് കഴിക്കാൻ ആഹാരത്തിന് മുമ്പ് കഴിക്കുന്ന ഗുളികയില്ലേ, ആ ഗുളിക എടുത്ത് വെള്ളം എടുത്തോണ്ട് ഞാൻ വരാട്ടോ. അമ്മയ്ക്ക് തൃപ്തി സമയത്തിന് ആഹാരം കഴിക്കണ്ടേ? അമ്മയ്ക്ക് വായിക്കാൻ ഒരു പത്രം എടുത്തോണ്ട് ഞാൻ വരാം. അമ്മയ്ക്ക് വായിക്കാൻ എന്തെങ്കിലും തന്നിട്ടോ. ഈ ജോലിയില്ലേ അമ്മ? ഇല്ലമ്മ. ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു നോട്ടീസ് കേട്ടോ. അമ്മ ഇത് മുൻപിനും പഠിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ അമ്മയുടെ ഗുളികയും വെള്ളം ഒക്കെ എടുത്തോണ്ട് വരാം. ഇതാ വായിച്ചോളൂ. അതേ, നല്ല സുന്ദരനായിട്ടൊരു പടമുണ്ട്. ഇപ്പൊ ധർമ്മസംഗമമാണല്ലോ, നല്ല ഐശ്വര്യമായിട്ട് എല്ലാ കാര്യം നടക്കട്ടെ. ഉദ്ഘാടനം കൂടിയ പിന്നെ വായിക്കട്ടെ. അമ്മ അതോടെ വെക്കൂ, ഗുളിക കഴിക്കൂ. പതുക്കെ കഴിക്കണ, ഇന്നത്തെ പോലെ വിക്കി തലക്കേറ്റെത്തും. കഴിക്കൂ, പതുക്കെ കഴിച്ചാൽ മതി കേട്ടാ. അമ്മ എന്തൊക്കെയുണ്ട് ഇതിന്റെ വിശേഷം? നമ്മൾ അമ്മ, എനിക്ക് അടുക്കളയിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്. അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ? കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനും എനിക്ക് സങ്കടമാവും. അതുകൊണ്ട് അമ്മ ഇത് വായിക്കൂ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അമ്മയുടെ കൂടെ കിട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കൊട്ടെ കേട്ടോ. ലക്ഷ്മി
നോക്കൂ. ഒരു റോങ് നമ്പറാ. വെറുതെ ഞാൻ കാത്തിരുന്ന എന്റെ മോളുടെ ഫോണാ. ശരി അമ്മ, എപ്പോഴേലും വിളിക്കും. അമ്മ അവിടെ ഇരിക്കൂ. മോളുടെ ഫോണാണല്ലോ. ആഹാ, എന്താണാവോ പ്രത്യേകമായിട്ട് വിളിക്കുന്നത്? കേക്കട്ടെ. ഹലോ, മോളാണോ? ആഹാ, എപ്പോ വരുന്നു? ആ, ബുക്ക് ചെയ്തോ? ടിക്കറ്റൊക്കെ ഓക്കെ ആയോ? ആ, വിഷുവിന് വരൂലേ? ആ, ശരി. ആ, വേഗം ആവട്ടെ. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ? ശ്ശോ, കട്ടായിപ്പോയി. എന്തൊരു കഷ്ടമാ. റേഞ്ചുമില്ല, ഒന്നുമില്ല. അവളാണെങ്കിൽ ബിസി, എപ്പോഴും ബിസിയാണ്. അതോ അവൾ വിളിക്കാത്തതാണോ, കട്ട് ചെയ്യണതാണോ, ഒന്നും പറയാൻ നേരമില്ല അവൾക്ക്. ഓ, ഇപ്പോഴത്തെ കാലത്തിന്റെ ഗുണം. ലക്ഷ്മി, ലക്ഷ്മി, അമ്മ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അമ്മ. എന്റെ മോള് വരുന്നുണ്ട്. അതെയോ? ആ, ഓ, സന്തോഷായി. അവള് വിഷുവിന് വരുന്നുണ്ട്. അമ്മ, ആ, എല്ലാരുമായിട്ടാണോ അമ്മ വരുന്നേ? എല്ലാരും ആയിട്ടാ വരുന്നെന്ന് പറഞ്ഞു. എനിക്ക് കട്ടായി. എന്തായാലും നീ കഷ്ടം. എന്ത് വിളിക്കുമായിരുന്നു അമ്മ? വരട്ടെ. അതിന് മുമ്പേ നമുക്കേ അവള് വരുന്നു പറഞ്ഞ് കേട്ടല്ലോ. അത് കാരണം നമ്മള് അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം, പലഹാരങ്ങളും എല്ലാം ഒരുക്കണം കേട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് അറിയാമോ? ഇല്ല. മാമ്പഴപ്പുളിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, സാമ്പാറ്, പിന്നെ സദ്യ അമ്മ വിഭവങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ഈ ഞാനേ. പിന്നെ ഞാനേ കഴിഞ്ഞ വർഷവും കണ്ണിമാങ്ങ അച്ചാറ് ഒരു ഭംഗിയില്ല എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒരു ചെറിയ കുപ്പിയില് ആക്കി വെക്കണം കേട്ടോ. ശരി അമ്മ, ഒക്കെ റെഡി. എല്ലാം ഞാൻ. മറക്കല്ലേ. ഇല്ലമ്മ, അമ്മ പറഞ്ഞാ മതി, ഞാൻ എല്ലാം ചെയ്തോളാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താമ്മ? ധൃതി പിടിച്ച് ഒരു കാര്യം ചെയ്യണ്ട. നാളെ തൊട്ട് ഓരോ സാധനങ്ങൾ നമ്മൾ അടുപ്പിച്ച് വരുമ്പോഴേക്ക് പെട്ടെന്ന് ഒരുക്കാം. അതായിരിക്കും നല്ലത്. ധൃതി പിടിച്ച് ഒന്നും ചെയ്യണ്ട. ഇല്ല, ഞാൻ ടെൻഷൻ എല്ലാം അടിക്കണ്ട. സമാധാനം ചെയ്തു വെച്ചോ. എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കി തരാം. ആ, എന്നാ ശരി. ശരി അമ്മ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വളരെ റെഡിയാകുമ്പോ സാമ്പാറും ചട്നിയും ഇഡ്ഡലിയും ഒക്കെ റെഡിയാവും. ഓക്കെ, ശരി അമ്മ. ഓക്കേ. ഞാനേ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി വളരെ ഒരു സന്തോഷം. അമ്മ സന്തോഷിച്ചോളൂ, ഞാൻ അടുക്കളയിലേക്ക് പോവാണ്. ഹലോ, ലക്ഷ്മിയല്ലേ? ആ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആ, എന്റെ മോളെ വരുന്നുണ്ട്. ആ, വിഷുവിന്. ആ, അത് കാരണം നീയൊക്കെ വിഷുവിന് വരണം കേട്ടോ. ആ, നിങ്ങൾ എല്ലാരും വരണേ. ശരി, അധികം വർത്താനം പറയാൻ നേരമില്ല. ഞാൻ വേറെ ഫ്രണ്ട്സിനെയും കൂടി വിളിക്കാം കേട്ടോ. ഓക്കെ. ഹലോ, ഹലോ, ജ്യോതിയല്ലേ? ആ, അതെ, സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്റെ മോള് വരുന്നുണ്ട് വിഷുവിന്. അപ്പൊ നിങ്ങൾ എല്ലാരും എന്റെ വീട്ടിലേക്ക് വരണം. എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാം കേട്ടോ. ശരി എന്നാ, ഓട്ടെ. വയ്യ, സന്തോഷമുണ്ട്. വയ്യായി. അമ്മ വരൂ, അമ്മ കുറച്ചു നേരം വിശ്രമിക്കൂ. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ വിശ്രമിക്കൂ. സാരമില്ല അമ്മ, അപ്പൊ എല്ലാം ശരിയാവും. എനിക്ക്
ഒരു ട്രിപ്പ് അടിച്ചു വാരിയതാ. 4 മകള് വരുന്നില്ലേ, എന്തൊരു സന്തോഷം എന്നറിയോ അമ്മയ്ക്ക്. എല്ലാം അടിച്ചു വാരി നല്ല വൃത്തിയാക്കിയിട്ടു. നല്ല കണ്ണാടി പോലെ ഇരിക്കണം. ഞാനായിരുന്നു അമ്മയുടെ മകള് 8-10 വർഷമായി വിദേശത്തേക്ക് പോയി. അന്നേരം അമ്മയെ നോക്കാൻ കൊണ്ടുവന്ന ഹോം നേഴ്സാണ് ഞാൻ. അമ്മയ്ക്ക് ഞാൻ വേറെ ഹോം നേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. നല്ല മോളാണ് എനിക്ക് അമ്മയെ. ഒരു അനാഥയായി എന്നെ ഒരു ജീവിതം തന്നത് ആ അമ്മയാണ്. അമ്മയ്ക്ക് ഇപ്പോൾ മകള് വരുന്നത് കേട്ടപ്പോ എന്ത് സന്തോഷമൊന്നുമില്ല. അമ്മയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ നോട്ടീസും അവിടെ ഇട്ട് അത് വായിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എല്ലാം അടുക്കി പെരുകി നടന്ന അമ്മയായിരുന്നു. മോള് വരുന്നു, എല്ലാം മറന്നു. എന്നാലും എനിക്ക് എന്റെ ജോലി ചെയ്യുന്നു. ഇതാണിപ്പോ എന്റെ ഇപ്പോഴത്തെ ജോലി. എന്താ ചെയ്യാം, എല്ലാവരും എന്ത് ചെയ്യണം. മോള് നോട്ടീസും പത്രം എല്ലാം നല്ല അടുക്കി വെച്ചിരുന്ന അമ്മയാണ്. ഇന്നെല്ലാം തകടം സാധാരണ അങ്ങോട്ടിരുന്നു. എല്ലാം നോക്കി ഞാനില്ലേ വൃത്തിയാക്കി തെറ്റക്കൽ പഠിച്ചു എടുത്തിട്ട് ഇനി അമ്മയ്ക്ക് എനിക്ക് സന്തോഷം അറിയോ. ഇനിയുണ്ട് എനിക്ക് ജോലി. അമ്മ പറഞ്ഞ വിഭവങ്ങളെല്ലാം ഒരുക്കണം. പാൽ പൂ പുളി പോലെല്ലാം അമ്മ ചെന്ന് കൊണ്ടുവരട്ടെ. അമ്മയ്ക്ക് ഇനിയും പണി. കണ്ടോ വ്യത്യാസം ഒന്ന് പരസ്യം കേൾക്കുന്നവനെ. മോള് വരുന്നു കേട്ടു. അമ്മയ്ക്ക് പോകുമ്പോൾ ആരോഗ്യം എല്ലാം തിരിച്ചിരിക്കും. പക്ഷേ അമ്മ എനിക്കിനി പകുതി പണിയോ. അമ്മ വിളിച്ചോളൂ, മോളിപ്പോ വരുമായിരിക്കും. ഞാൻ അടുത്ത എല്ലാം കൂട്ടം റെഡിയാക്കാൻ പോവാണ്. അമ്മക്ക് ഇരുന്നാണ് ഇപ്പൊ വരും. മോള് ഓർത്തോട്ടിരിക്കും. ശരിയോ? ആ ശരി ശരി. ഞാനവിടെ 9 മണിയായപ്പോ ഞാനവിടെ റൂമെടുത്ത് ഫ്രഷായിട്ടാണ് വരുന്നത്. അമ്മ അത് സുന്ദരമായിട്ടിരിക്കുന്നല്ലോ. എന്നിട്ട് അവളെ എന്ത് അവിടെ കാണുന്നില്ലല്ലോ. എവിടെ ലക്ഷ്മി? ലക്ഷ്മി 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 ഇതാരാ? എത്ര പ്രാവശ്യം വിളിക്കണം ലക്ഷ്മിയെ? ഞാൻ ഇതുവരെ കണ്ടില്ല അമ്മ. എത്ര പ്രാവശ്യമായി വിളിക്കുന്നു? ഞാൻ അടുക്കളയിലായിരുന്നു. എനിക്ക് ജോലിയുണ്ട്. അമ്മയെ നോക്കാണല്ലോ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. അതെ. അമ്മ എത്ര പ്രാവശ്യം വിളിക്കണം? ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വന്ന് നോക്കുന്നില്ല. അവരല്ലേ സാധനം വരുന്നേ. അമ്മ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്?
വായി വെള്ളം ഊറുന്നു. എന്താ തലയും അമ്മേ? വായി വെള്ളം ഊറുന്നു. അമ്മയുടെ കൂട്ടുകാരൊക്കെ വരുമല്ലോ. അമ്മ എല്ലാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്തായാലും എല്ലാരും വരുന്നതിന് എനിക്ക് തരും. എന്റെ അമ്മോ, എന്തൊരു പത്രാസാ. വിദേശത്തേക്ക് അങ്ങോട്ട് പോയപ്പോ അമ്മേ വിദേശത്തേക്ക് പോകുമ്പോ എല്ലാരും തന്റെ ഭാഗമായിട്ട് പോകും. അവിടെ നിന്ന് 10 കാശ് ഉണ്ടാക്കി കഴിയുമോ എടുക്കാൻ പൊങ്ങുകയില്ലാത്ത പെട്ടിയായിട്ട് എന്തൊരു വരും. അമ്മയെ കൊണ്ടുപോകുന്ന അമ്മയുടെ കാര്യം ഈ ഗതിയുള്ള മകളല്ലേ. എന്താണെങ്കിലും വേണ്ടിയില്ല എന്റെ കാര്യം ഇനി അവള് വന്നില്ലേ. ഇപ്പൊ എന്നെ വേണ്ടായിരുന്നു. എന്റെ കല്യാണമൊന്നും കഴിച്ച് തന്നെ അമ്മയോ എന്റെ ഭർത്താവ് ആണെങ്കിൽ ഉണ്ടല്ലോ 2 മാസം മുമ്പ് അദ്ദേഹത്തിന് ഞാൻ വിദേശത്ത് പണം ഉണ്ടാക്കണ്ടേ. അദ്ദേഹം വിഷുവിന്റെ സമയത്തൊക്കെ എനിക്ക് വരുന്നുണ്ട്. എന്റെ ആഹാരങ്ങളും എല്ലാം വാങ്ങിച്ചുവെന്ന് അമ്മയുടെ മാനെ എല്ലാം മേടിച്ചു തന്നു എന്റെ അമ്മയെ. ആ അമ്മയായിട്ട് എനിക്ക് മകളിലെ ഒന്നും അറിഞ്ഞൂടാ. ഏടായി വലുതാമല്ലാത്ത ഒരു വ്യക്തിയായിട്ട് ലക്ഷ്മി, എത്ര സമയമായി പെട്ടി റൂമിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു? എന്താ ഇത്ര താമസം? പെട്ടി അറിയാണ്ട് റൂമിലേക്ക് കൊണ്ട് വയ്ക്കാം. സാധനം എല്ലാം കറക്റ്റായിട്ട് വരുന്നില്ല, കിട്ടുന്നുണ്ടല്ലോ. ഇനി ഞാൻ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ എടുത്തോട്ടാ വന്നേക്കുന്നത്. ഞാനിനി അത് നടപ്പാക്കണം. എനിക്ക് ഒരു കാര്യം ചെയ്യും, എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഈ ഒരു കാര്യം ചെയ്യാം, ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പൊക്കോളുക. ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും വിളിക്കാം. അമ്മയുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമൊക്കെ എടുത്ത് കറക്റ്റ് ആക്കണം എനിക്ക്. കാരണം ഞാനിവിടെ ആക്കിയിട്ട് പോകുന്നു. ഞാൻ വന്ന് വരുമ്പോൾ ആരും ഇല്ല ഇവിടെ. ജോലിയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഇരുന്നാൽ മതിയോ? പെട്ടി തന്നെ എടുത്തോണ്ട് റൂമിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി, ഇതുവരെ പെട്ടി എത്തിയില്ല. പൊയ്ക്കോളൂ എടുത്തോട്ടെ, ഇനി കുറച്ച് ഫോൺ ചെയ്യാനൊക്കെ ഉണ്ട്. ഇവിടെ കൊണ്ടുപോകും. ഹലോ ഹലോ, ഇവിടെ റേഞ്ചും ഇല്ല, അവിടെയൊക്കെ ആയിരിക്കണം. ആവിയാണ് ഹലോ. ആ അനിയല്ലേ? ആ, നാളെ രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. ആ, ഡീസലൊക്കെ ഫുൾ ടൈം കഴിക്കണം. നാളെ രാവിലെ ഒരിടം വരെ പോകാനുള്ളതാ. കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയിരിക്കണം. കുറച്ച് ലഗേജൊക്കെ എടുത്ത് പെട്ടിക്കത്തൊക്കെ വെക്കാനുണ്ട്. 8 മണിക്ക് തന്നെ ഇവിടെ ഇറങ്ങണം. ശരി ശരി. ചൂട് സഹിക്കാൻ മേല. അമ്മയുള്ള AC ഒക്കെ വെക്കാൻ പറഞ്ഞാൽ അതും വെക്കുകയില്ല. അതിനകത്ത് അമ്മയ്ക്കതിനൊന്നും നേരം ഇല്ലല്ലോ. അമ്മയ്ക്ക് ജോലിക്കാരുടെ കല്യാണം നടത്താനൊക്കെ ഉണ്ട് നേരം. അത് മിക്സറുടെ റെസ്റ്റ് എടുക്കട്ടെ.
നമുക്ക് ഇച്ചിരി ദൂരെ കിടക്കുന്നവർക്ക് പോകാം. എന്നാലും പറയൂ എവിടെയാ അവിടെ പോണേ? എത്തിക്കഴിയുമ്പോ അറിയാം. വരൂ, എന്റെ കൂടെയല്ലേ? അമ്മ എവിടെ വന്നിരുന്നു? പാട്ടിലെവിടെയാ? ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തിരുന്നാണ്. ഹലോ 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 മാഡം, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ഞാനിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു. എൻ്റെ പേര് ലക്ഷ്മ. നിങ്ങൾ പറഞ്ഞ എമൗണ്ട് മുഴുവൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടോ? നോക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ടോ? മനസ്സിലായോ? ഇല്ല, ഞാൻ സുജാതയാണ്. ആ, ഒച്ച കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ആണോ? ആ, ഇപ്പം എന്താ ഇവിടെ? നിങ്ങളായ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ റൂം എടുക്കുന്നത്? അമ്മ അറിയോ? അമ്മയെ അറിയും. നിങ്ങൾക്കറിയാവുന്നതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയെ ഞാൻ നല്ലപോലെ അറിയും. നിങ്ങളെ അറിയും. നിങ്ങളിപ്പോൾ കൈക്കുഞ്ഞായിട്ട് അമ്മ തൊട്ടിൽ നിങ്ങളെ എടുത്ത് കൊണ്ടുപോയി വളർത്തി വലുതാക്കി വലിയ വിവാഹവും കഴിപ്പിച്ചു. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? പറയുന്നല്ല സത്യം. നിങ്ങൾക്ക് തോന്നിയാസം പറയാന്നാണോ? തോന്നിയാസൊന്നുമല്ല. പിന്നെ ഉള്ള കാര്യമാണ് പറയുന്നത്. എന്ത് കാര്യം? അത് പണ്ട് നടന്ന അമ്മേ, കാര്യമാ. അമ്മ എന്താ മിണ്ടായിരിക്കുന്നേ? അത് ടീച്ചറെ ഇതിലറിയണം. നടന്ന കാര്യങ്ങളൊക്കെ ഇതിലറിയണം. വേണ്ട. ഇത്രയും പ്രായമായി കഴിഞ്ഞില്ലേ? കാര്യമില്ലേ? എന്ത് കാര്യം അറിയണമെന്ന്? നിങ്ങളെ വളർത്തി വലുതാക്കിയെന്ന് വിവാഹം കഴിപ്പിച്ചിട്ട കാര്യം അമ്മ എന്തൊക്കെയാ ഇതിൽ പറയുന്നേ? അപ്പൊ ഞാൻ അമ്മയുടെ മോളല്ലെന്നാണോ? നിങ്ങളൊരു അനാഥയാണെന്ന് അമ്മയാണ് വളർത്തി. എന്താ അമ്മയൊന്നും മിണ്ടാത്തെ? അമ്മ പറയൂ. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ അല്ലാതെയാണോ? ഇത് പറയും ടീച്ചറെ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതെ എന്നെ എടുത്തു നടത്തുകയാണോ? അതെ. എനിക്ക് അമ്മയെ ഇല്ലെന്നാ പറയുന്നത്. എന്റെ അമ്മ അല്ലെന്നാണോ പറയുന്നത്? ഏ? എന്ത് കഷ്ടമാ അമ്മേ? അമ്മയ്ക്ക് ഓർമ്മക്കുറവാണോ ഇത്? അതോ തോന്നിയ ദിവസം എല്ലാവർക്കും പറയാവുന്നതാണോ? സൈമൻ അതൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങളെന്താ നിങ്ങൾ പോ. ഒച്ചത്തിൽ അമ്മേ, എന്താണ് അമ്മേ? ഞാൻ അമ്മയുടെ മോളല്ലേ? എന്താ അമ്മ ഇവിടെ? അമ്മ എന്താ ഇവിടെ ഈ അനാഥാലയത്തില്? അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ? അമ്മ അനാഥാലയത്തിൽ ഈ ഞാൻ സമ്മതിക്കില്ല. ഇത്രയും നാളും എന്റെ അമ്മയായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അമ്മയെ ഞാൻ വളർത്തും. എന്റെ അമ്മയായിരുന്നു. ഈ അമ്മയെ ഞാൻ വിട്ടുതരില്ല. ഇപ്പൊ വിട്ടു തരില്ല അമ്മ. ഞാൻ സത്യ ജോലിക്കാരി വരെ പറയുന്നു അമ്മ അവരെയാണ്. അപ്പൊ ഞാൻ ആരാണ്? എന്റെ റോൾ എന്താണ്? എന്താ അമ്മയൊന്നും മിണ്ടായിരിക്കുന്നേ? പറയൂ അമ്മേ. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? പറഞ്ഞു കൊടുക്കും ടീച്ചറെ. എന്ത് പറഞ്ഞാ? പറഞ്ഞു കൊടുക്കണം. ഇതിലെങ്ങനെ ഇവിടെ വരെ എത്തിയെന്നുള്ള നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവരോട്. എന്നാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അമ്മ അതൊക്കെ ഒന്നും അറിഞ്ഞൂടാ. അമ്മ പ്രവാദം പറഞ്ഞതെല്ലാം ശരിയാണ്. ഇതൊക്കെ പറഞ്ഞതെല്ലാം ശരിയാണ്. ഒക്കെ ഞാൻ എനിക്കറിയാവുന്നതാണ്. അമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ? മകൾക്കാണ് ഒന്നും അറിഞ്ഞുകൂടാത്തോ. ഈ അമ്മയെ ഞാൻ കൊണ്ടുപോകും. എന്റെ ഭർത്താവും പറഞ്ഞു അമ്മയെ കൂട്ടിക്കൊണ്ടിയല്ലേ. ഞങ്ങളൊരു നല്ല വീടൊക്കെ വെച്ചു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അമ്മ എന്താ അമ്മ ഇതൊക്കെ? ഞാൻ എന്ത് തെറ്റി ചെയ്തമ്മേ? എന്നോട് എന്തിനാണൊക്കെ ഇങ്ങനെ? അമ്മേ അമ്മേ ഇല്ല, അമ്മയെ ഞാൻ കൊണ്ടുപോവുകയാണ്. അമ്മേ അമ്മേ ഞാൻ ആരാണമ്മേ? അമ്മേ ഞാൻ എത്ര മഹാഭാവിയാണ് എന്റെ ദൈവമേ. ഞാൻ അറിഞ്ഞുകൊണ്ട്
ഞാൻ ഈ പാവമൊക്കെ എവിടെ സ്വന്തം ശരീരത്തിലായി അനാഥയാക്കിയെടുത്ത് അനാഥയാക്കാൻ വന്നിരിക്കും. എന്നിട്ട് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജന്മങ്ങൾ അത് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ചോദിക്കേണ്ടത്. എല്ലാവരുടെയും ഭവനത്തിൽ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീദേവി സംഘം അവതരിപ്പിച്ച മകൾ ഇവിടെ പൂർണ്ണമാകും.